ഇപ്പോൾ ഈ അമേരിക്കൻ ഭാഗത്തു നിന്ന് ഈ ഇസ്രായേലി ആക്രമണം പുനരാരംഭിച്ചതിനെക്കുറിച്ച് പറയുന്നത് ഹമാസിനെ തീർത്തും ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്ന ഒറ്റ സിംഗിൾ പോയിൻ്റ് അജണ്ട വെച്ചിട്ട് ആണ് അമേരിക്കൻ എക്സ്പേർട്സ് ഒരുപക്ഷെ ഇതിനെ പിന്തുണയ്ക്കുന്നത്. ഈ ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കുക, മുഴുവൻ ബന്ദികളെയും ഒറ്റയടിക്ക് മോചിപ്പിക്കുക എന്ന് പറയുന്ന നിർദ്ദേശം ഹമാസ് അംഗീകരിക്കുന്നില്ല എന്ന കാര്യവും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ഈ ഹമാസിനെ നേരത്തെ മുതൽ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുകയോ പ്രതിസ്ഥാനത്ത് നിർത്തുകയോ ചെയ്യുന്നൊരു പണിയുണ്ട്. ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാറിൻ്റെ തുടർച്ചയിൽ ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ഹമാസ് ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് അവർ ഉന്നയിക്കുന്നത്. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ദ ഹോൾ ഹെൽ വിൽ ലൂസ് ഓൺ ഹമാസ് ഗസ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പ്രസ്ഥാനം നടത്തി, ട്രംപ് പ്രസ്ഥാനം നടത്തി. ഇവിടെ വെടിനിർത്തൽ കരാർ രണ്ട് രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ തുർക്കിയുടെ പിന്തുണയിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഒരു മൾട്ടി ലാറ്ററൽ എഗ്രിമെൻ്റാണത്. വിവിധ രാജ്യങ്ങൾ പങ്കെടുത്തുകൊണ്ടുണ്ടാക്കിയ ഒരു എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് 42 ദിവസത്തെ വെടിനിർത്തൽ. അതിൻ്റെ ഭാഗമായി 2ാം ഘട്ടത്തിലേക്കും 3ാം ഘട്ടത്തിലേക്കും കിടക്കണം. ഇവിടെ പക്ഷേ ഏകപക്ഷീയമായി ട്രംപ് ഡിക്റ്റേറ്റ് ചെയ്യുകയാണ്, നിങ്ങൾ മുഴുവൻ ബന്ദികളെ ഇപ്പോൾ തന്നെ വിട്ടുകൊള്ളണം, ഇല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കുമെന്നുള്ളത്. അതൊരു കരാറിൻ്റെ ഭാഗമായി വരേണ്ടതല്ലേ? നിലവിലൊരു കരാർ അവിടെ ഉണ്ട്. ആ കരാറിൻ്റെ ഭാഗമായി, തുടർ നടപടികളുടെ ഭാഗമായി ഈ മധ്യസ്ഥത വഹിക്കുന്ന രാജ്യങ്ങളും അമേരിക്കയും ഇസ്രായേലും ഒക്കെ ചേർന്ന്, ഹമാസ് അതിലൊരു പാർട്ടിയാണ്, ഹമാസ് അടക്കം ചേർന്ന് തീരുമാനിക്കേണ്ട കാര്യമാണ് ബാക്കി ബന്ദികളെ വിട്ടയക്കുന്ന കാര്യവും തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യവും. അവിടെ ഏകപക്ഷീയമായി ട്രംപ് ഡിക്റ്റേറ്റ് ചെയ്യുകയാണ്, ഇനി ബാക്കിയുള്ള ബന്ദികളെ മുഴുവൻ നിങ്ങൾ ഒറ്റയടിക്ക് വിട്ടയച്ചു കൊള്ളണം, അങ്ങനെ വിട്ടയച്ചില്ല എങ്കിൽ ഞങ്ങൾ ആക്രമണം പുനഃസ്ഥാപിക്കുന്നുള്ളതാണ്. ഇത് ഡിക്റ്റേറ്റർഷിപ്പ് എന്നല്ല, ഇത് അങ്ങേയറ്റത്തെ ആഗോള മര്യാദകൾക്ക് വിരുദ്ധമായ, രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ പാലിക്കേണ്ടുന്ന സകല മൂല്യങ്ങളെയും നിരസിച്ചുകൊണ്ടുള്ള ഏകപക്ഷീയമായ പ്രഖ്യാപനമാണ്. അതുകൊണ്ടാണ് നമ്മളിതിനെ ട്രംപിംഗ് എന്ന് വിളിക്കുന്നത്. ഇത് നിലവിലുള്ളതിനെ മുഴുവൻ അടിച്ചങ്ങ് പൊളിക്കുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ നിന്നങ്ങ് പ്രഖ്യാപിക്കുക ആണ്, ഞങ്ങൾ ഇവിടെ റിയൽ എസ്റ്റേറ്റ് നടത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് ഈ ഭൂമി അമേരിക്കയ്ക്ക് എങ്ങനെ ഏറ്റെടുക്കാൻ സാധിക്കും? അപ്പോൾ UN ചാർട്ടർ പ്രകാരം ഏറ്റെടുക്കാൻ പറ്റില്ല, കാരണം ഇപ്പോഴും ഗസ ഒക്കുപ്പൈഡ് പലസ്തീനിയൻ ടെറിട്ടറിയാണ്. ഒക്കുപ്പൈഡ് പലസ്തീനിയൻ ടെറിട്ടറിയിൽ അവിടുത്തെ ജനങ്ങളെ അവിടുന്ന് മാറ്റാൻ ഈ ഒക്കുപ്പൈ ചെയ്ത ശക്തിക്ക് പോലും കഴിയില്ല. അവിടെ അധിനിവേശ ശക്തി ഇസ്രായേലാണ്. ഇസ്രായേലിന് പോലും അന്താരാഷ്ട്ര നിയമപ്രകാരം ഗാസൻ പോപ്പുലേഷനെ അവിടെ നിന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് അമേരിക്ക അവിടെ പോയിട്ട് റിയൽ എസ്റ്റേറ്റ് നടത്തുക? അവിടുത്തെ ജനതയെ റീപ്ലേസ് ചെയ്യാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ അത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. രണ്ടാമത്തെ കാര്യം, അവർക്ക് എങ്ങനെയാണ് അവിടെ ഈ ഗസ എന്ന് പറയുന്ന പ്രദേശത്ത് അമേരിക്ക ഒരു വലിയ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആര് അതിനെ പിന്തുണയ്ക്കും? അവരോട് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങളിവിടെ റിയൽ എസ്റ്റേറ്റ് എൻറ്റിറ്റിയായി കണക്കാക്കി മനോഹരമായ ഉദ്യാനങ്ങളും ബീച്ചുകളും റിസോർട്ടുകളും നല്ല വീടുകളും ഒക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ അവിടെ ആര് താമസിക്കും? നിങ്ങൾ തൽക്കാലത്തേക്ക് ജോർദാനിലേക്കോ ഈജിപ്തിലേക്കോ മാറ്റുന്ന ഗസൻ നിവാസികൾക്ക് തിരിച്ചു വരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഗസ എല്ലാവരുടേതായിരിക്കുന്ന. അപ്പോൾ അതിൽ വളരെ കൃത്യമാണ്, ഗസ എല്ലാവരുടേതായിരിക്കും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല. ഗസൻ നിവാസികളുടെയാണ്, അങ്ങനെ എല്ലാവരുടെയും അല്ല. ഇന്ത്യക്കാരുടേതാണ്, അമേരിക്കക്കാരുടേതാണ്, ഗസയിലുള്ള മനുഷ്യരുടേതാണ്. അവിടെ നിങ്ങൾ ബീച്ച് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, എന്തുണ്ടാക്കിയാലും കുഴപ്പമില്ല, പക്ഷേ അവിടെ താമസിക്കാൻ അവിടുത്തെ ജനങ്ങൾക്ക് തന്നെ കഴിയണ്ടേ? അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും അന്താരാഷ്ട്ര നിയമങ്ങളോ ചട്ടങ്ങളോ സാമാന്യ മര്യാദയോ ഒന്നും പാലിക്കാത്ത തരത്തിലുള്ള ഇടപെടൽ ട്രംപ് നടത്തുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെയൊക്കെ മൂല കാരണം.